ട്യൂറിംഗ് മെഷീൻ ഡിസൈൻ ചെയ്യുന്നു വിത്ത് A⁻n B⁻n n greater than or equal to 1. നമ്മുടെ എക്സാമ്പിളിൽ n2 ആകുമ്പോഴുള്ള കേസ് 2Aയും 2Bയും. അപ്പം നമുക്ക് ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഫസ്റ്റ് റീഡ് റൈറ്റ് ഹെഡ് ഇവിടെ ആയിരിക്കും. അതായത് നമ്മൾ Q0-ലാണെന്ന് സങ്കല്പിക്കുക. Q0-ൽ ഇരിക്കുമ്പോൾ നമ്മൾ ആദ്യം എന്താ കാണുന്നത്? A കാണുന്നു. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ A റീപ്ലേസ് ചെയ്ത് X ആക്കണം. എന്നിട്ട് റീഡ് റൈറ്റ് ഹെഡിനെ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. ഇതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? Q0-ലിരുന്ന് എന്താ കണ്ടത്? Q0-ലിരുന്ന് A കണ്ടപ്പം X ആക്കി. Q0-ലിരുന്ന് A കണ്ടപ്പോൾ X ആക്കി. എന്നിട്ട് ഈ ആരോ ഹെഡിനെ എങ്ങോട്ട് കൊണ്ടുപോയി? റൈറ്റിലേക്ക് കൊണ്ടുപോയി. ഓക്കെ, റൈറ്റിലേക്ക് കൊണ്ടുപോയി. സ്വാഭാവികമായിട്ട് സ്റ്റേറ്റ് മാറി Q1 എത്തി. ഇനി Q1 അപ്പം ആദ്യത്തെ ഒരു A നമ്മൾ X ആക്കി കഴിഞ്ഞാൽ പിന്നെ ആദ്യത്തെ A X ആക്കി കഴിഞ്ഞാൽ പിന്നെ നോക്കേണ്ടത് ആദ്യത്തെ B ആണ്. അതിൻ്റെ ഇടയ്ക്ക് എന്തുണ്ടോ അതിനെ അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് റൈറ്റിലേക്ക് പോകും. അപ്പം നമ്മൾ ആദ്യത്തെ എക്സിനെ A ആക്കി. ഇനി നമുക്ക് ഇയാളെയാണ് കണ്ടത്. അതുവരെയുള്ളവരെ സ്കിപ്പ് ചെയ്യുക. നമ്മൾ Q1 സ്റ്റേറ്റിലിരിക്കുമ്പോൾ നമ്മൾ A കണ്ടു. A ഒന്നിലധികം ഇപ്പോൾ A=2 ആയതുകൊണ്ടാണ് നമ്മൾ ഒരു A കണ്ടുള്ളൂ. അല്ലെങ്കിൽ A=3 ആയിരുന്നെങ്കിൽ നമ്മൾ ഇയാളെ എക്സ് വെച്ച് റീപ്ലേസ് ചെയ്തിട്ട് പിന്നെ മീൻസ് മോർ ദാൻ 1 A വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ലൂപ്പ് ഇടുന്നത്. പിന്നെ എത്ര A കണ്ടാലും A അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് റൈറ്റിലോട്ട് പോവാം. അതായത് നമ്മൾ A കണ്ടു. A കണ്ടപ്പോൾ എന്ത് ചെയ്ത്? A അങ്ങനെ തന്നെ വെച്ചു. ആരോ ഹെഡ് റൈറ്റിലോട്ട് കൊണ്ടുപോയി. അപ്പോൾ ഇപ്പോൾ എവിടെ എത്തി? നെക്സ്റ്റ് B കണ്ട്. അപ്പോൾ ആദ്യത്തെ A നമ്മൾ X ആക്കി കഴിഞ്ഞാൽ പിന്നെ ആദ്യത്തെ B ആണ് നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? B Y ആക്കണം. X A Y B B കൂടാതെ ഈ ആരോ ഹെഡിനെ നമ്മൾ എങ്ങോട്ട് മാറ്റണം? ലെഫ്റ്റിലേക്ക് മാറ്റണം. കാരണം ഒരു എക്ക് കറസ്പോണ്ടിങ് ഒരു B ആയി. അതായത് ഒരു A B ക്യാപിറ്റൽ B. ഒരു എക്ക് കറസ്പോണ്ടിങ് നമ്മൾ X ആക്കി. ഒരു Bക്ക് കറസ്പോണ്ടിങ് നമ്മൾ Y ആക്കി. ഇനി എന്താ? അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും പണി കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് A കാണണമെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് ലെഫ്റ്റിലോട്ട് പോകണമല്ലോ. ആ മൂവ്മെൻ്റാണ് ഇത്. അപ്പോൾ ഇനി നമ്മൾ എത്ര A കാണുന്നോ അത്രയും അങ്ങനെ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. ഇനി നമ്മൾ ആരെയാണ് കണ്ടത്? B കണ്ടു. അപ്പോൾ ഇവിടെ എഴുതണം. ഒരു B കാണുമ്പം നമ്മൾ Bയെ Y വെച്ച് റീപ്ലേസ് ചെയ്യണം. പിന്നെ എങ്ങോട്ട് പോകണം? ലെഫ്റ്റിലോട്ട് പോകണം. ഒരു B കണ്ടപ്പം നമ്മൾ Y വെച്ച് റീപ്ലേസ് ചെയ്തു. എന്നിട്ട് ആരോ എങ്ങോട്ട് പോയി? ലെഫ്റ്റിലേക്ക് പോയിട്ട് നമുക്കൊരു സ്റ്റേറ്റ് ഇടാം. സ്റ്റേറ്റ് എന്താണ്? Q2 എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ് ഇട്ടു. ഇനി Q2-ലെത്തിയപ്പോൾ നമ്മൾ എന്താ കണ്ടത്? ലെഫ്റ്റിലേക്ക് പോയപ്പോൾ Q2-ൽ നമ്മൾ A കണ്ടു. Q2-ൽ A കണ്ടപ്പോഴും ഒന്നും ചെയ്യേണ്ട, നമ്മൾക്ക് എക്സ്ട്രീം ലെഫ്റ്റിലേക്ക് പോകണം. Q2-ൽ A കണ്ടപ്പോഴും നമ്മൾ എന്ത് ചെയ്തു? Q2-ൽ A കണ്ടപ്പോൾ നമ്മൾ A അങ്ങനെ തന്നെ വെച്ചിട്ട് ലെഫ്റ്റിലേക്ക് പോയി. അതായത് ഇവിടെ എത്തി. Q2-ൽ A കണ്ടപ്പോൾ A അങ്ങനെ തന്നെ വെച്ചിട്ട് ലെഫ്റ്റിലേക്ക് പോയി. അപ്പോൾ Q2-ൽ ഇപ്പോൾ എന്താ കാണുന്നത്? ഇപ്പോൾ നമ്മൾ എന്ത് കാണുന്നു? X കാണുന്നു. X കാണുമ്പം നമുക്ക് തിരിച്ച്, ഇനി തുടക്കം തൊട്ടുള്ള കാര്യമാണല്ലോ. X കാണുമ്പം തിരിച്ച് ഫസ്റ്റ് സ്റ്റേറ്റിലോട്ട് പോകണം. X കാണുമ്പം എക്സിനെ അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് നമ്മൾ റൈറ്റ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം. X കാണുമ്പം എക്സിനെ അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് നമ്മൾ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. X അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് കണ്ടു? റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് Q0-ലെത്തി. Q0-ൽ ഇരുന്നുകൊണ്ട് നമ്മൾ ആരെ കാണുന്നത്? A കാണുമ്പോൾ എന്ത് ചെയ്യണം? A നമ്മൾ X വെച്ച് റീപ്ലേസ് ചെയ്യണം. Q0-ലെത്തി. തിരിച്ചിവിടെ എത്തി. വീണ്ടും മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ Q0-ലാണ്. Q0-ലിരുന്ന് A കാണുമ്പം X വെച്ച് റീപ്ലേസ് ചെയ്ത് റൈറ്റിലോട്ട് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? X വെച്ച് റീപ്ലേസ് ചെയ്ത് റൈറ്റിലേക്ക് പോയി. അതായത് Q0-ലിരുന്ന് A കണ്ടപ്പം X വെച്ച് റീപ്ലേസ് ചെയ്ത് റൈറ്റിലേക്ക് പോയി. അപ്പോൾ ഇപ്പോൾ റൈറ്റിലേക്ക് പോയപ്പോൾ നമ്മൾ Q1 സ്റ്റേജിലാണ്. ഇനി Q1-ലിരുന്ന് ഇപ്പോൾ നമ്മൾ എന്താ കാണുന്നത്? ഒരു Y കാണുന്നു. Y കാണുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ഒന്നും ചെയ്യണ്ട. നമ്മൾക്കിനി ഇവിടെ ഒരു A നമ്മൾ X ആക്കിയെങ്കിൽ നെക്സ്റ്റ് B ആണ് അന്വേഷിച്ച് പോകേണ്ടത്. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഒരു Y കാണുമ്പോഴും നമ്മൾ Y അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് റൈറ്റിലേക്ക് പോകണം. അപ്പോൾ എന്ത് ചെയ്യണം? Q1-ൽ ഒരു Yയെ കാണുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം? Yയെ അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് റൈറ്റിലേക്ക് പോയി. അപ്പം X Y P B Yയെ അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് റൈറ്റിലോട്ട് പോയി. റീഡ് റൈറ്റ് ഹെഡ് ഇവിടെ വന്നു. ഇനി എന്തായിരിക്കും ചെയ്യേണ്ടത്? അപ്പോൾ Q1 ആണുള്ളത്. Q1-ൽ നിങ്ങൾ ആരെയാണ് കാണുന്നത്? B-യെ ആണ് കാണുന്നത്. Q1-ൽ B-യെ കണ്ടപ്പോൾ എന്താ ചെയ്യേണ്ടത്? Q1-ൽ B-യെ കണ്ടപ്പം Y വെച്ച് റീപ്ലേസ് ചെയ്ത് ലെഫ്റ്റിലോട്ട് പോകണം. Q1-ൽ B-യെ കണ്ടപ്പം Yയെ വെച്ച് റീപ്ലേസ് ചെയ്ത് ഈ B-യെ Y വെച്ച് റീപ്ലേസ് ചെയ്തിട്ട് നിങ്ങൾ എങ്ങോട്ട് പോയി? ലെഫ്റ്റിലേക്ക് പോയി. Y വെച്ച് റീപ്ലേസ് ചെയ്ത് ലെഫ്റ്റിലോട്ട് പോയി. അപ്പോൾ നിങ്ങൾ Q2-ലെത്തി.
Q2 നിങ്ങളിപ്പോൾ എന്താ കണ്ടത്? Q2 y കാണുന്നു. Q2 y കാണുമ്പോൾ നമുക്കിനി എന്താ എക്സ്ട്രീം ലെഫ്റ്റിലേക്ക് പോകണം. Q2 വൈയെ കാണുമ്പോഴും ഇങ്ങോട്ട് തന്നെ മൂവ് ചെയ്യണം. അപ്പോൾ Q2 നിങ്ങൾ എന്ത് കാണുന്നു? വൈയെ കാണുമ്പോഴും വൈ വെച്ചിട്ട് തന്നെ ലെഫ്റ്റിലേക്ക് പോകാം. വൈ ആണെങ്കിൽ ഒന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട, ലെഫ്റ്റിലേക്ക് പോയാൽ മതി. വൈ ബി. അതുപോലെ ഇപ്പോൾ Q2 തന്നെ Q2 നിങ്ങൾ എക്സിനെ കാണുമ്പോഴും എന്താ ചെയ്യേണ്ടത്? Q2 എക്സിനെ കാണുമ്പോഴും ലെഫ്റ്റിലേക്ക് പോകണം. Q2 എക്സിനെ കാണുമ്പോഴും ലെഫ്റ്റിലേക്ക് പോകണം. Q2 എക്സിനെ കാണുമ്പോഴും ലെഫ്റ്റിലേക്ക് പോയി. വീണ്ടും നിങ്ങൾ എന്താ കണ്ടത്? അപ്പം എക്സ് വൈ വൈ ബി ഇവിടെ എത്തി. ഇപ്പം Q2 എക്സിനെ കാണുമ്പോൾ പിന്നെ ട്രാൻസിഷൻ പറയുന്നത് Q2 എക്സിനെ കാണുമ്പോൾ എക്സിനെ വെച്ചുകൊണ്ട് തന്നെ റൈറ്റിലേക്ക് പോകണം. ഇപ്പോൾ ഈ സ്റ്റേജിൽ Q2 എക്സിനെ കാണുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? Q2 എക്സിനെ കണ്ടു കഴിഞ്ഞ് റൈറ്റിലേക്ക്, അതായത് അപ്പോൾ സ്റ്റേറ്റ് ചേഞ്ച് വന്നു. Q0 വൈ വൈ ബി. Q0 വൈ വൈ ബി. ഇനി Q0 എക്സിനെ കാണുമ്പോൾ എന്താ ചെയ്യേണ്ടത്? Q0 എക്സിനെ കാണുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാം. Q0 ഈ കേസിൽ Q0 എക്സിനെ കാണുന്നു. എക്സിനെ കണ്ടു കഴിഞ്ഞാൽ എക്സിനെ അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് റൈറ്റിലേക്ക് പോയി. നമ്മളിതിൻ്റെ സ്റ്റേറ്റ് കൊടുത്തു, Q3 എന്ന് കൊടുക്കുക. Q0 എക്സിനെ കണ്ടുകൊണ്ട് ഇനി റൈറ്റിലേക്ക് പോകും. അപ്പോൾ എന്താ കണ്ടത്? Q3 Q3 ഇനി എന്താ കണ്ടത്? വൈയെ കണ്ടു. ഇവിടെ ഇങ്ങനെ വരും. Q3 നിങ്ങൾ ആരെ കാണുന്നുണ്ട്? വൈയെ കാണുന്നുണ്ട്. വൈ എത്ര കണ്ടാലും റൈറ്റിലേക്ക് പോവാം. അതായത് Q3 ഈ ഒരു വൈയെ കണ്ടു, പിന്നെ എന്ത് സംഭവിക്കും? വൈയെ കണ്ട് അങ്ങനെ തന്നെ വീണ്ടും വൈയെ കാണുന്നു. അതുകൊണ്ടാണ് ഇവിടെ സെൽഫ് ലൂപ്പ് കൊടുത്തത്. അതായത് എത്ര വൈ കണ്ടാലും റൈറ്റിലേക്ക് തന്നെ പോവുക. പിന്നെന്താ സംഭവിക്കുക? അപ്പോൾ ഇതൊക്കെ Q3 ആണ്. വീണ്ടും Q3 നിങ്ങൾ എന്ത് കാണുന്നു? ഒരു ബ്ലാങ്ക് സിമ്പൽ കാണുന്നു. ബ്ലാങ്ക് സിമ്പലിനെ കണ്ടാൽ ബ്ലാങ്ക് സിമ്പൽ അങ്ങനെ തന്നെ വെച്ച് റൈറ്റിലേക്ക് പോവുക. അപ്പോൾ നിങ്ങൾ എവിടെ എത്തി? Q അക്സെപ്റ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലെത്തി. ഇതാണ് ട്യൂറിംഗ് മെഷീൻ്റെ ട്രാൻസിഷൻ. അതായത് എല്ലാ എക്സും വൈ വൈയും വെച്ച് റീപ്ലേസ് ചെയ്തെങ്കിൽ നിങ്ങൾ എക്സ്ട്രീം ലെഫ്റ്റ് വരെ വരണം. എക്സ്ട്രീം ലെഫ്റ്റ് വരെ. ഇവിടെ എക്സ്ട്രീം ലെഫ്റ്റ് ഇവിടെ വൈയെ നമ്മൾ ഈ സ്റ്റെപ്പിൽ ബി എം വൈ ആക്കിയതിന് ശേഷം പിന്നെന്താ ലെഫ്റ്റ് മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എക്സി വന്നു, വീണ്ടും എക്സി വന്നു. എന്നിട്ട് പിന്നെ എന്താണ്? പിന്നെ വരുന്നത് റൈറ്റിലേക്കുള്ള മൂവ്മെൻ്റാണ് ചെയ്യുന്നത്. റൈറ്റിലേക്ക് മൂവ് ചെയ്ത് പോകുന്നു. അപ്പോൾ റൈറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് പുതിയതായിട്ട് കുറച്ച് പുതിയ സ്റ്റേറ്റ് വന്നു Q3. അപ്പോൾ Q3 വൈയെ കാണുമ്പോൾ എന്ത് ചെയ്യണം? അപ്പോഴും റൈറ്റിലോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കണം. അതിനാണ് Q3 എത്ര വൈയെ കണ്ടാലും റൈറ്റിലോട്ട് പോകുന്ന കാര്യം. ഇതാണ് നിങ്ങളുടെ ട്രാൻസിഷൻ ഡയഗ്രാം. ഇനി ഈ ട്രാൻസിഷന് കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് വരയ്ക്കണം? ട്രാൻസിഷൻ ടേബിൾ വരയ്ക്കണം. ട്രാൻസിഷൻ ടേബിൾ NFAയിലും DFAയിലും ഒക്കെ വരച്ചതുപോലെ Q0 Q1 Q2 Q3 എ റീഡ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? ബി റീഡ് ചെയ്തപ്പോൾ എക്സ് റീഡ് ചെയ്തപ്പോൾ വൈ റീഡ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു എന്നുള്ളത് ടേബിളിൽ ഫില്ല് ചെയ്യണം. ഇത് നിങ്ങൾ ഓൾറെഡി NFA DFAയിലൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഞാൻ നോട്ട് തരുമ്പം ഈ ട്രാൻസിഷൻ ഡയഗ്രാം ഉണ്ടാവും, പിന്നെ അതിൻ്റെ ലോജിക്ക് ഉണ്ടാവും, പിന്നെ ഈ ടേബിളും ഉണ്ടാവും.